ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ളപ്പവും അതുപോലെ ബീഫും ചക്കക്കുരു കൊണ്ടൊരു അടിപൊളി കറിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ആദ്യം തന്നെ വെള്ളപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. അതും ചേർത്ത് കൊടുത്ത് കട്ട കെട്ടാതെ നന്നായി മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കാം. അങ്ങനെ അരിപ്പൊടി അലിഞ്ഞു ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ചെറുതീയിൽ വെച്ച് തുടരെ ഇളക്കി കൊടുക്കാം. ഈ ഒരു പ്രോസസ്സിനെ നാടൻ പ്രയോഗത്തിൽ കപ്പി കാച്ചുക എന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളപ്പത്തിന് നല്ല സോഫ്റ്റാണ് വരിക. അങ്ങനെ കപ്പി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ചൂടാറാൻ വെക്കാം. അതിനുശേഷം ഒരു മിക്സി ജാറിലേക്ക് നേരത്തെ കലക്കി വെച്ച മാവ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കപ്പി കാച്ചിയെടുത്തതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 കപ്പ് ചിരകിയ നാളികേരം, 2 ടീസ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ച് പൊങ്ങാനായി വെക്കാം. ഏകദേശം 1-2 മണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ വേഗം മാവ് പൊങ്ങി വരണമെങ്കിൽ ഇതുപോലെ ചൂടുള്ള വെള്ളത്തിൽ ബൗൾ വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി 250 ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച് 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ചതച്ചെടുത്ത് 2 ടീസ്പൂൺ വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, 2 ഇടത്തരം സബോള, 1 വലിയ തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ മസാലയെല്ലാം ബീഫിൽ ചേർന്ന് വന്നിട്ടുണ്ട്. അവസാനമായി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആദ്യത്തെ 3 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള 2 വിസിൽ ലോ ഫ്ലെയിമിലും ആക്കി വേവിച്ചെടുക്കാം. പിന്നെ ബീഫിൻ്റെയും കുക്കറിൻ്റെയും വ്യത്യാസത്തിനനുസരിച്ച് വിസിലിൽ മാറ്റം വന്നേക്കാം. അത് കണക്കാക്കി വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ 5 വിസിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. എയർ പോയതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. അങ്ങനെ ബീഫ് ഒരു 90% വേവായി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 3/4 കപ്പ് ചക്കക്കുരും കൂടി ചേർത്ത് കൊടുത്ത് 1 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. അങ്ങനെ ചക്കക്കുരും ബീഫും പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചെടുക്കാൻ നോക്കാം. താളിച്ചെടുക്കാൻ വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ചെറിയ കറുകാപ്പട്ട, 1 ഗ്രാമ്പു എന്നിവ ചേർത്ത് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില പൊട്ടി വന്നതിന് ശേഷം 1/4 കപ്പ് അരിഞ്ഞെടുത്ത ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. അതിനുവേണ്ടി ചീനച്ചട്ടി തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ വെള്ളപ്പം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടുകം വെച്ച് ഇത് കോരി മാറ്റാം. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. വെള്ളപ്പവും ചക്കക്കുരു കൂടിയുള്ള ബീഫ് കറി നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.